ഈ കാണുന്ന ദുബായ് ഫ്രെയിമിനകത്തൂടെയൊക്കെ നമുക്ക് ഈ ഡ്രോണൊക്കെ ഇങ്ങനെ പറത്തി നടക്കാൻ പറ്റും പറഞ്ഞാൽ എന്ത് രസമായിരിക്കില്ലേ. ഞാനിതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് DJയുടെ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുഞ്ഞു ഡ്രോൺ വാങ്ങിച്ചത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല കേട്ടോ. ദുബായ് എന്ന് പറയുന്നത് ഏവിയേഷൻ റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിടെയും കൊണ്ടുപോയിട്ട് പറത്താൻ പറ്റിയൊരു സാധനമല്ല ഈ ഡ്രോൺ എന്ന് പറയുന്നത്. ഞാനത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദുബായിൽ ഡ്രോണ് പറത്താനുള്ള രജിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈസൻസ് ഒക്കെ കിട്ടാനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതും കൂടി എൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണത്. സോ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് സംസാരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് പറഞ്ഞാൽ UAE അല്ലെങ്കിൽ ദുബായ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ തന്നെ അടുത്തടുത്ത് തന്നെ എയർപോർട്ടിൻ്റെ 3 ടെർമിനൽ, അതിൻ്റെ തൊട്ടപ്പം തന്നെ വേറൊരു എയർപോർട്ട്, പിന്നെ ഒരുപാട് ആൾക്കാരുള്ളൊരു സ്ഥലം. പിന്നെ ദുബായ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ UAE എന്താ പറയുക, ആൾക്കാരുടെ പ്രൈവസിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലോ ആണ് ഇവിടെ ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്കിത് ലൈസൻസ് ഉണ്ടെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും തോന്നിയ പോലെ യൂസ് ചെയ്യലൊന്നും നടക്കില്ല. ആൾക്കാരുടെ ഫോട്ടോ എടുക്കുക, നമ്മുടെ അല്ലാത്ത വേറെ ആൾക്കാരുടെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിന് നമുക്ക് എന്ത് രജിസ്ട്രേഷൻ ഉണ്ടായാലും ലൈസൻസ് ഉണ്ടായാലും നമ്മളത് ഒരുപാട് ട്രബിളിലായിരിക്കും പോയി ചെന്ന് പാടിപ്പോൾ. അപ്പോൾ അതൊരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നമ്മളൊരു ഡ്രോണ് വാങ്ങിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഈ UAEയിൽ ഡ്രോണിനെ കൺട്രോൾ ചെയ്യുന്നത് മെയിനായിട്ട് 3 അതോറിറ്റീസാണ്. അതായത് GCAA, ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇതാണ് UAE ഫുള്ള് ഏവിയേഷൻ ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി. അബുദാബിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഉള്ളത് നമുക്ക് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ദുബായിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന, ദുബായിൽ എവിടെ ഡ്രോൺ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ്. പിന്നെ ഉള്ളത് ഒരു സനാഡ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതാണ് ഡ്രോണ് ഫ്ലൈ ചെയ്യാനുള്ള പെർമിറ്റും അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സനാഡ് അക്കാഡമി. സോ നമ്മളൊരു ഡ്രോണ് വാങ്ങിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് GCAA.gov.ae എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതിന് നമ്മൾ ഡ്രോണിൻ്റെ ഒരു പിക്ചർ, ഡ്രോണിൻ്റെ സീരിയൽ നമ്പറുള്ള ഭാഗത്തിൻ്റെ ഒരു പിക്ചർ, നമ്മുടെ എമിറേറ്റ്സ് IDയുടെ ഒരു ഫോട്ടോ, പിന്നെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ രജിസ്റ്റർ RPAS അല്ലെങ്കിൽ UAV എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സുള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇമെയിൽ IDയിൽ അവർ അതിൻ്റെ രജിസ്ട്രേഷൻ PDF-ൽ സർട്ടിഫിക്കറ്റ് അയച്ചു തരും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. പക്ഷേ ഈ ഒരു GCAയിൽ രജിസ്റ്റർ ചെയ്താലും നമുക്ക് ഇത് UAEയിലെ എല്ലാവിടെയും പറത്തിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. UAEയുടെ ഡ്രോൺ ഫ്ലൈ സോൺ മാപ്പ് ഉണ്ട്. അതെടുത്ത് നോക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 80-85% ഫുള്ള് റെഡ് സോണാണ്. അതിൽ നമുക്ക് എവിടെയും പറത്താൻ പറ്റില്ല. പിന്നെ ആകെയുള്ള ഈ മരുഭൂമി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കുറച്ച് റൂൾസ് അവർ പറയുന്നുണ്ട്. അതിൽ ഒരു 8-10 റൂൾസ് ഉണ്ട്. ഒന്നാമത് നമുക്ക് ഈ ഡ്രോണ് നോക്കിയാൽ കാണുന്ന ദൂരത്തിലേ പറത്താൻ പറ്റുള്ളൂ. രാത്രി പറത്താൻ പാടില്ല. 400 ഫീറ്റിന് മുകളിൽ ഇത് പറത്താൻ പറ്റില്ല. പിന്നെ പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളോ പ്രോപ്പർട്ടീസോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇത് പറത്താൻ പാടില്ല. പിന്നെ മെയിനായിട്ട് ഇതെല്ലാം ഓക്കെ കേട്ടോ. പിന്നെ അടുത്തൊരു പോയിന്റ് ഇവർ പറയുന്നത് എനി ഡ്രോൺ ഇക്വിപ്ഡ് വിത്ത് എനി കൈൻഡ് ഓഫ് ക്യാമറ കനോട്ട് ഫ്ലൈ എന്നാണ് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് DJയുടെ ഡ്രോണുകളെല്ലാം ഈ ഒരു രജിസ്ട്രേഷൻ്റെ കീഴിൽ വരില്ല. നമുക്കിതൊന്നും പറത്താൻ പറ്റില്ല. നമുക്ക് ഇതിൽ ആരുടെയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനിത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് GCAA അതിൻ്റെ വെബ്സൈറ്റിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ അവരും പറഞ്ഞത് ഞാൻ ആദ്യം ചോദിച്ചു, രജിസ്റ്റർ ചെയ്തു, അപ്പോൾ ഇത് പറത്താൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഗ്രീൻ സോണിൽ എല്ലാവിടെയും പറത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, ഞാൻ എൻ്റെ ഫോട്ടോ മാത്രം എടുക്കുന്നുള്ളൂ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ എടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. സോ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ GCAയുടെ സർട്ടിഫിക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോബി ആയിട്ട് ജസ്റ്റ് ഗ്രീൻ സോണിൽ പറത്താൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇവർ ഡ്രോൺ എന്നല്ല പറയുന്നത്, UAV എന്നാണ് പറയുന്നത്, അൺമാൻഡ് എയർക്രാഫ്റ്റ് വെഹിക്കിൾ എന്നാണ് പറയുന്നത്. അതായത് ഈ DJയുടെ ഡ്രോൺ എന്നല്ല ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇവരുടെ വെബ്സൈറ്റിൽ DJയുടെ ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിലും ക്യാമറയുള്ള ഡ്രോണൊന്നും ഇതിൻ്റെ കീഴിൽ വരുന്നേ ഇല്ല.
ഓക്കെ. സോ നമുക്ക് ഈ ക്യാമറ വെച്ചുള്ള എല്ലാ നമുക്ക് സംഗതികൾക്കും GCAA വേറെ കമേഴ്ഷ്യൽ പെർമിറ്റ് നമ്മളെടുക്കണം. ഇതൊന്നും നമുക്ക് ഹോബിയായിട്ട് ഇത് പറത്തി എല്ലാവരുടെയും പോയിട്ട് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ല. രണ്ടാമത് അതാണ് GCAA ഇതിലുള്ള റൂൾസ്. പക്ഷേ ദുബായിൽ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ, കുറച്ചും കൂടി സിമ്പിളാണ്. ഇത് ഇവിടെ ഒരു കംപ്ലീറ്റ് ബാനോ പ്രൊഹിബിഷനോ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ആദ്യം GCAA ഡയറക്റ്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യും പോലെ നമുക്ക് DCAA വെബ്സൈറ്റിൽ പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. DCAA വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ആദ്യം പറയും നമ്മുടെ അടുത്ത് സെനാഡ് അക്കാഡമിൻ്റെ പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. സോ നമ്മൾ സെനാഡ് അക്കാഡമി എന്തെന്ന് വെച്ച് പറഞ്ഞാൽ സെനാഡ് അക്കാഡമിയാണ് ഡ്രോണ് ഫ്ലൈ ചെയ്യാനുള്ള പെർമിറ്റ് കൊടുക്കുന്നത്. അതായത് അവരാണ് എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും പിന്നെ അവരുടെ ഈ പെർമിറ്റൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം സെനാഡ് അക്കാഡമി പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഹോബിയിസ്റ്റിനാണോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പർപ്പസിനാണോ അവിടെ നിന്ന് സെനാഡ് അക്കാഡമിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. എന്നിട്ട് അതും കൊണ്ട് പോയിട്ട് നമ്മൾ DCAA വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് ദുബായിക്കകത്ത് ഇത് പറത്താൻ പറ്റുള്ളൂ. സോ ഇതും വളരെ സിമ്പിളാണ്, കുറച്ച് ക്യാഷ് ചിലവുണ്ടെന്നുള്ളൂ. അതായത് നമ്മൾ ആദ്യം സെനാഡ് അക്കാഡമിയിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഹോബിയിസ്റ്റ്, രണ്ടാമത് കമേഴ്ഷ്യൽ. ഹോബിയിസ്റ്റിനും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബൂട്ട് ക്യാമ്പും പിന്നെ അഡ്വാൻസ്ഡും. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോൺ വാങ്ങിച്ചിട്ടുള്ളൂ, നമുക്കൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് ക്യാമ്പ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് പാക്കേജ് സെലക്ട് ചെയ്യാം. 945 ദിർഹംസാണ് അതിനുള്ള കോസ്റ്റ്. അതിലൊരു 3 മണിക്കൂറിൻ്റെ കോഴ്സാണുള്ളത്. നമുക്ക് അവർ കുറച്ച് തിയറി സെഷൻസ്, നമ്മുടെ UAE സിവിൽ ലോ, നമുക്ക് എവിടെയൊക്കെ പറത്താൻ പറ്റും, അണ്ടർസ്റ്റാൻഡിങ് ദ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിമുലേഷൻ ടെസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് അഡ്വാൻസ്. നമുക്ക് ഡ്രോൺ നമുക്ക് ഹാൻഡ് ഗസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അതുപോലെ ടേക്ക് ഓഫ്, ലാൻഡിങ് എല്ലാം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സോ നമുക്ക് ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ 945 ദിർഹംസ് ആവും ഈ തിയറി സെഷൻസും പ്രാക്ടിക്കൽ സെഷനും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഓൾറെഡി നമുക്ക് ഫ്ലൈ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് കിട്ടും. അതിന് 368 ദിർഹംസ് കൊടുത്താൽ മതി. സോ നമ്മൾ ഒരു ഡ്രോൺ വാങ്ങിച്ചിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ എല്ലാം പഠിച്ച് നമ്മൾ ഭയങ്കര ഒരു പുലിയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 368 ദിർഹംസ് കൊടുത്തിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് അവരുടെ മുമ്പിൽ നമ്മുടെ സ്കിൽസ് കാണിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് DCAA വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനിലുള്ളത് കമേഴ്ഷ്യൽ പർപ്പസിനുള്ളതാണ്. കമേഴ്ഷ്യൽ പർപ്പസിന് ഒരുപാട് ക്യാഷ് ചിലവാകും. നമുക്ക് ഈ ഹോബിയിസ്റ്റിനുള്ള ഡ്രോണിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ. 4 കിലോ വരെയുള്ള ഡ്രോണാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഹോബിയിസ്റ്റിന്. കമേഴ്ഷ്യൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ 24 കിലോ വരെയുള്ള ഡ്രോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കമേഴ്ഷ്യലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 ഓപ്ഷനാണുള്ളത്, ബൂട്ട് ക്യാമ്പും പിന്നെ വേറെ സർട്ടിഫിക്കറ്റ് മാത്രം. അതായത് ബൂട്ട് ക്യാമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 9,700 ദിർഹംസ് ആവും. അതായത് 9,700 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ 5 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. 5 ദിവസത്തെ ക്ലാസ്സും പ്രാക്ടിക്കൽ ടെസ്റ്റും അതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റും ടെസ്റ്റ് ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് DCAA വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി നമുക്ക് ബൂട്ട് ക്യാമ്പ് അല്ല, നമുക്ക് ഓൾറെഡി ഫ്ലൈ ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോയാൽ മതി. നമുക്ക് സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടും. അതിന് 4,700 ദിർഹംസ് കൊടുത്താൽ മതി. ഇതും കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് കമേഴ്ഷ്യലായാലും പിന്നെ ഈ ഹോബിയിസ്റ്റിനായാലും ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് നേരിട്ട് DCAA വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് അവരുടെ രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്റർ RPAS UAV എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഈ സെയിം പ്രൊസീജിയറാണ് GCAAയിലുള്ള സെയിം പ്രൊസീജിയർ. നമുക്ക് ഡ്രോണിൻ്റെ പിക്ചർ, ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ, പിന്നെ നമ്മുടെ എമിറേറ്റ്സ് ID ഡീറ്റെയിൽസ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, നമുക്ക് OTP മൊബൈലിൽ വരും. അതെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ ഒരു രജിസ്ട്രേഷൻ കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അത് നമ്മൾ DCAAയുടെ ഓഫീസുള്ളത് ദുബായ് എയർപോർട്ടിൽ ടെർമിനൽ 1 അറൈവൽ ഏരിയയിലാണുള്ളത്. അവർ സാധനം റെഡി ആയി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ഇൻഫോം ചെയ്യും, നമുക്ക് അവിടെ പോയി പിക്ക് ചെയ്യാം. ഈ രജിസ്ട്രേഷൻ അതുകൊണ്ട് നമുക്ക് ഫൈനൽ സംഗതിയായി. നമുക്ക് ഈ രജിസ്ട്രേഷൻ കാർഡ്, DCAAയുടെ രജിസ്ട്രേഷൻ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പറത്താം. എവിടെ വേണമെങ്കിലും പറത്താൻ പറ്റുന്നല്ല, UAE DCAAൻ്റെ ഡ്രോൺ ഫ്ലൈ സോൺ മാപ്പിൽ നമുക്ക് 3 കാറ്റഗറൈസ് ആയിട്ടാണ് ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിനെ. ഒന്ന് ഗ്രീൻ സോണ് ഫുള്ള് നമുക്ക് പറത്താൻ പറ്റില്ല.
ഗ്രീൻ സോൺ ഫുള്ള് പറത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് DCAA പെർമിറ്റ് വേണം. DCAA പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗ്രീൻ സോണിൽ പറത്താൻ പറ്റുള്ളൂ. പിന്നുള്ള റെഡ് സോണാണ്. റെഡ് സോണിൽ നമുക്ക് എവിടെയും പറത്താൻ പറ്റില്ല, പെർമിറ്റും ഒന്നുമില്ല. അതായത് എയർപോർട്ടിൻ്റെ ഏരിയ, എയർപോർട്ടുകളുടെ ഏരിയ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടികൾ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ള് റെഡ് സോണാണ്. അവിടെ നമുക്ക് പറത്താനേ പറ്റില്ല. ഗ്രീൻ സോൺ ഫുള്ള് നമുക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ പറത്താം. ഈ ഗ്രീൻ സോണും റെഡ് സോണും അല്ലാത്ത ഏരിയകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പറത്താം എന്നുള്ളതാണ് DCAA ലോ. ഇതിൽ നമുക്ക് ഇതെല്ലാം ഈ പറഞ്ഞ റൂൾസ് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ റെസിഡൻസിനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂൾസ് ഒന്നും ബാധകമല്ല. നമുക്ക് ഒരു സനാഡ് അക്കാഡമിയും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ദുബായിൽ പറത്തണം എന്നുണ്ടെങ്കിൽ കേട്ടോ, മറ്റുള്ള എമിറേറ്റുകളുടെ കാര്യം എനിക്കറിയില്ല. ഈ ദുബായിൽ പറത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് DCAA പെർമിറ്റ് മാത്രം മതി. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വിസിറ്റ് വിസ എടുത്തിട്ട് ദുബായിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ട്, നമുക്ക് പറത്തണം, നമ്മൾ ഹോബിയാണ്. അപ്പോൾ നമുക്ക് DCAA വെബ്സൈറ്റിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് DCAA.gov.in.ae എന്നുള്ള ഇമെയിലിൽ നമുക്ക് അയച്ചാൽ മതി. ഇമെയിൽ അയച്ചാൽ മതി. നമ്മുടെ ഡ്രോൺ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര ദിവസത്തിനാണ് വരുന്നത്, നമ്മൾ എപ്പോഴാണ് പോകുന്നത്, എവിടേക്കാണ് നമ്മൾ പറത്തുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അവർ മേ ബി ഓർ മേ നോട്ട് ബി അവർ പെർമിറ്റ് ചെയ്യും. അങ്ങനെ പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറത്താൻ പറ്റും. അതാണ് ടൂറിസ്റ്റിനുള്ള ഒരു പ്രൊസീജിയർ. ടൂറിസ്റ്റിന് കുറച്ചും കൂടി സിമ്പിളാണ്. ക്യാഷ് കാര്യങ്ങൾ അത്ര ചിലവില്ല. നമുക്ക് റെസിഡൻസിനാണ് ഇവിടെ ക്യാഷ് ചിലവുള്ളത്. സോ അതാണ് ഡ്രോണിൻ്റെ നിയമങ്ങൾ. ഒരുവിധം GCAA ഡ്രോൺ ഫ്ലൈ സോൺ മാപ്പും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ DCAA മാപ്പ് കുറച്ചും കൂടി സിമ്പിളാണ്. അതായത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇനി നമുക്ക് ഈ DCAA മാപ്പിൽ ഗ്രീൻ സോണിൽ നമ്മൾ DCAA പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ചില പ്രൈവറ്റ് ഏരിയകളൊക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുർജ് ഖലീഫ അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും, ഓരോ ഹോട്ടൽസുകളൊക്കെ. ആ ഹോട്ടൽസ് ഉണ്ടെങ്കിൽ അവരുടെയും പെർമിറ്റ് വേണം കേട്ടോ. അതല്ലാതെ നമുക്ക് പെർമിറ്റ് ഉണ്ടെന്ന് അവിടെയും പറത്താൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് ദുബായിൽ ഡ്രോണ് പറത്താനുള്ള നിയമങ്ങൾ. വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഡ്രോണ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രോണ് വാങ്ങിക്കാൻ പ്ലാൻ ഉള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.